വാഴ ഫസ്റ്റ് കണ്ട ആ ഒരു എക്സ്പെക്റ്റേഷനോടുകൂടി തന്നെയാണ് വാഴ സെക്കൻഡ് ഞാൻ ഇന്ന് തിയേറ്ററിൽ കാണാൻ വേണ്ടി പോയത്. കവിതാ തിയേറ്ററിൽ രാവിലെ 10 മണിക്കത്തെ ഷോ, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. അപ്പോൾ വാഴ ഫസ്റ്റ് നമുക്കറിയാം ആ സിനിമ എങ്ങനെയാണ്, അതിൻ്റെ ഒരു സ്വഭാവം എങ്ങനെയാണ്, ആ ഒരു സിനിമയുടെ ടെക്സ്ചർ എങ്ങനെയാണ്, ഇതൊക്കെ നമുക്കറിയാമായിരുന്നു. അപ്പോൾ ആ ഒരു മുൻവിധിയോടുകൂടി തന്നെയാണ് ഞാൻ ഇന്ന് വാഴ സെക്കൻഡ് കാണാൻ പോയത്. പക്ഷേ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തത് വാഴ ഫസ്റ്റിനേക്കാളും വളരെ മേളിൽ നിൽക്കുന്ന ഒരു സിനിമയായിട്ടാണ് വാഴ സെക്കൻഡ് എനിക്ക് അനുഭവപ്പെട്ടത്. നമുക്കറിയാം നമ്മുടെ ഹാഷിറും ടീമുമാണ് ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. സംവിധാനം സവിൻസ എന്ന് പറഞ്ഞ പുതിയൊരാളാണ്. റൈറ്റർ വാഴ ഫസ്റ്റിലെ റൈറ്റർ തന്നെയാണ്, വിപിൻ ദാസ് തന്നെയാണ്. അപ്പോൾ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഈ സിനിമ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് ഫസ്റ്റിനേക്കാളും വളരെ മേളിൽ നിൽക്കുന്നതായിട്ട് തോന്നിയല്ലോ. അപ്പോൾ ഈ സിനിമയുടെ എടുത്തു പറയേണ്ട ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സിനിമയുടെ ഏറ്റവും വലിയ ജീവൻ എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു അടിത്തറ എന്ന് പറയുന്നത് തന്നെ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്ലസ്സും ഇതിൻ്റെ റൈറ്റിംഗ് തന്നെയാണ്. അത്ര ഗംഭീര റൈറ്റിംഗ് ആണ് സിനിമയുടെ. അതിൻ്റെ ആ ഒരു സ്ക്രീൻ പ്ലേ ആണെങ്കിലും ഭയങ്കര ഇൻഡെപ്തിലെ ഒരു എഴുത്ത്, ഭയങ്കര ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഭയങ്കര ഒരു നല്ലൊരു എഴുത്താണ് സിനിമയുടെ. അപ്പോൾ അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്ലസ് ആയിട്ടും എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ത്രൂ ഔട്ട് ഫീൽ ചെയ്യുന്നൊരു കാര്യമാണെങ്കിലും പൃഥ്വിരാജ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ഈ കണ്ടൻമെൻറ്റ് എന്ന് പറയുമല്ലോ. നമുക്കിങ്ങനെ ജീവിതത്തിൽ നമുക്കൊരു ഭയങ്കര ഒരു സന്തോഷമുള്ള, നമ്മൾ ഏറ്റവും എൻജോയ് ചെയ്യുന്നൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്കൊരു ഫുൾഫിൽമെൻറ്റ് അനുഭവപ്പെടുന്നുള്ളത്, അതിനാണല്ലോ ഈ കണ്ടൻമെൻറ്റ് എന്ന് പറയുക. അപ്പോൾ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് ത്രൂ ഔട്ട് ആ ഒരു ഫീൽ എനിക്ക് ആസ് എ സിനിഫൈ അല്ലെങ്കിൽ ഒരു സിനിമാ പ്രേമി എന്ന നിലയിലും എനിക്ക് ഫീൽ ചെയ്തത്. ഇതിൽ എഴുത്തിലും ഈ സിനിമയിൽ അത് നമുക്ക് ത്രൂ ഔട്ട് ഈ സാധനം ഫീൽ ചെയ്യും. അതായത് ഈ സിനിമയുടെ തുടക്കം മുതലാണെങ്കിലും ഓരോ ഈ ക്യാരക്ടേഴ്സ് ഹാഷറിൻ്റെ ഒക്കെ ഇവരുടെ കുട്ടിക്കാലം മുതലുള്ള ചൈൽഡ്ഹുഡ് ഡേയ്സ് മുതൽ ഓരോ ചെറിയ കാര്യങ്ങളാണെങ്കിലും, അപ്പോൾ ഇതിൽ പാരൻറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഹാഷറിൻ്റെ ഉമ്മക്ക് ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചിലർക്ക് ഒരു കുട്ടീനോട് ഇത്തിരി സ്നേഹം കൂടുതലുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഹാഷറിൻ്റെ ഉമ്മക്ക് ഹാഷറിൻ്റെ ഇളയ കുട്ടീനോട് ഇത്തിരി ശ്രദ്ധ കൂടുതലുണ്ട്. അപ്പോൾ ഇത് മൂത്ത ആള് അല്ലെങ്കിൽ ഹാഷർ ചേട്ടൻ ഇത് എങ്ങനെയാണ്, അയാൾക്ക് ഇത് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ. പിന്നെ അവരുടെ അടുത്ത ഫേസിലേക്ക് പോകുമ്പോൾ സ്കൂൾ കാലഘട്ടം, ഹൈസ്കൂൾ കാലഘട്ടം. ഇപ്പോൾ എനിക്കിപ്പോൾ 29 വയസ്സുണ്ട്. അപ്പോൾ ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ഈ കേരളത്തിലെ പശ്ചാത്തലത്തിലും. ഞാനൊരു 2013-14 ആ സമയത്തൊക്കെയാണ് +2 പഠിക്കുന്നത്. അപ്പോൾ ഈ പ്രണയിക്കുന്നത് തെറ്റാണ് അല്ലെങ്കിൽ പ്രണയം പിടിക്കാൻ നടക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ ആളുകൾ നമുക്ക് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ അധ്യാപകർ, പിന്നെ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന വീഴ്ചകൾ നമ്മൾ പണ്ടൊക്കെ ശ്രദ്ധിച്ചാണ്. ചെറിയൊരു പ്രശ്നം വളരെ വലിയ പ്രശ്നമാക്കുന്ന അധ്യാപകരും പിന്നെ ഈ ടീച്ചേഴ്സ് തന്നെ സദാചാര പോലീസ് ചമയുന്നതൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ സിനിമകളിൽ ഇപ്പോൾ പൊതുവെ ഇപ്പോൾ വാഴ ഫസ്റ്റിൽ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, വാഴ ഫസ്റ്റിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതായത് പാരൻറ്റിങ് ആകട്ടെ അല്ലെങ്കിൽ ടീച്ചിങ് അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ ഇങ്ങനത്തെ കാര്യങ്ങൾ, പാരൻസ് പ്രഷർ ചെലുത്തുന്നത്, അപ്പോൾ ഇതൊക്കെ ഒരു മീറ്റർ ഇത്തിരി കയറി നിൽക്കുന്നതായിട്ട് തോന്നി. അപ്പോൾ അത് നെഗറ്റിവിറ്റി ആണെങ്കിലും ഇത്തിരി കൂടുതലായിട്ട് നിൽക്കുന്നതായിട്ട് തോന്നിയായിരുന്നു. ഇത്തിരി കയറി നിൽക്കുന്നുണ്ട് നെഗറ്റിവിറ്റി ഒക്കെ ആണെങ്കിലും. ഇപ്പോൾ പഠിപ്പിസ്റ്റുകളുടെ പാരൻസ് ആണ് ജഗദീഷിൻ്റെ ക്യാരക്ടറൊക്കെ. അപ്പോൾ അവരൊക്കെ ആണെങ്കിൽ ത്രൂ ഔട്ട് ഈ സിനിമ കാണുമ്പോൾ നമുക്കൊരു നെഗറ്റിവിറ്റി ഭയങ്കരമായിട്ട് ഇങ്ങനെ ബാഡ് അടിച്ചായിരുന്നു. പക്ഷേ അപ്പോൾ ഈ താരസമീപർ പോലത്തെ സിനിമകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് അങ്ങനത്തെ സിനിമകളൊക്കെ ഇപ്പോൾ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ടീച്ചിങ് ഇതിൻ്റെ ഫ്ലോസ് കാണിക്കുന്നത്. ഇതിലേക്ക് വന്നെങ്കിൽ ചിലപ്പോൾ അതൊരു പക്ഷേ ഒരു മീറ്റർ കഴിഞ്ഞെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഉപദേശിക്കുന്ന സ്വഭാവത്തിലായി പോയാൽ. പക്ഷേ ഇത് അങ്ങനെയൊന്നുമല്ല. ഭയങ്കര സിനിമയുടെ ആ ഒരു വളരെ ഓർഗാനിക്കായിട്ട് നാച്ചുറലായിട്ട് സിനിമയുടെ ഇതിൽ തന്നെ ബ്ലെൻഡായിട്ടാണ് അങ്ങനത്തെ ഡയലോഗുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അതൊക്കെ റൈറ്റിങ്ങിൻ്റെ മികവ് തന്നെയായിരുന്നു. ഒപ്പം ഈ ആക്ടേഴ്സിൻ്റെ അഭിനേതാക്കളുടെ ഗംഭീര പ്രകടനമായിരുന്നു. അപ്പോൾ അതിങ്ങനെ കഥ ഇങ്ങനെ പറഞ്ഞു പോയിട്ട് അതിപ്പോഴത്തെ ഈ ഹൈസ്കൂൾ കാലഘട്ടത്തിലാണെങ്കിലും ഇങ്ങനത്തെ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ അങ്ങനെ അതിങ്ങനെ കറങ്ങി പോയിട്ട് ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഒരു ഡ്രഗ് ക്രൈസിസ് എന്നുള്ള ഒരു കാര്യവും ഇപ്പോഴത്തെ ഒരു ഈ അടുത്തിടെ തന്നെ പത്രത്തിലും ന്യൂസിലൊക്കെ ഭയങ്കരമായിട്ട് എല്ലാവരും ചർച്ച ചെയ്തിട്ടുള്ള ഡ്രഗ് ക്രൈസിസ് ഇൻ കേരള എന്നുള്ളൊരു കാര്യത്തിലായിട്ടൊക്കെ അതിങ്ങനെ ഇപ്പോൾ അൽഫോൺസ് പുത്രൻ്റെ ഒരു ക്യാരക്ടറാണ് പോലീസ് ഓഫീസറായിട്ട് വരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളുടെ അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസും ഇങ്ങനത്തെ കളി സ്ഥലങ്ങൾ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് മൊത്തം ഒരു ജനറേഷനെ പഴിയാറുന്ന ഒരു പ്രവണതയൊക്കെ വരുന്നത് എല്ലാ ഇതിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഫോഴ്സ്ഡ് ആയിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ നമ്മളെ ഒരു കൂട്ടരെ ഉപദേശിക്കുന്നതായിട്ട് തോന്നാണ്ട് ഭയങ്കര കറക്റ്റ് ഒരു ടേക്കിലാണ് അത് പോകുന്നതെന്ന് തോന്നി. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഹൈസ്കൂൾ കാലഘട്ടം തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ ഈ ഡ്രഗ് യൂസേജിനെ പറ്റി ഇപ്പോഴത്തെ കറണ്ട് ഡ്രഗ് ക്രൈസിസിനെ പറ്റിയൊക്കെ പറയുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചത് അത് ഈ ഹാഷറും ടീമൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു ഡ്രഗ്
യൂസേജിന്റെ അങ്ങനത്തെ ഒരു സർക്കിളിലേക്ക് വന്ന് പെടുന്നേം അങ്ങനത്തെ ഒരു ലേബലൊക്കെ അവർക്ക് അടിച്ചു കിട്ടുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് തുടങ്ങിയപ്പോൾ ഇവർ ഡ്രഗ് യൂസിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ, അങ്ങനെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലാണ് ഇവർ കാണിക്കാൻ പോകുന്നതെന്ന് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വിചാരിച്ചു. അതായത് ഈ അടുത്തിറങ്ങിയ അല്ലെങ്കിൽ പണ്ട് പോലെ നേരത്തെ ഒരു സിനിമകൾക്ക് കിട്ടിയ കുറെ വിമർശനങ്ങളുണ്ടല്ലോ അങ്ങനെ, അതായത് ഇപ്പൊ ഹണീബിയിലൂടെ മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്നു ഇങ്ങനെയുള്ളതൊക്കെ സൊസൈറ്റിയുടെ റിഫ്ലക്ഷൻ ആണ് സിനിമയിൽ കാണിക്കുന്നതെങ്കിലും ചില സിനിമകൾ ഇത് ഭയങ്കര സംഭവം എന്നുള്ള രീതിയിൽ ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുന്നതായിട്ട്. ഇപ്പോൾ ആവേശം ഒരു ഗംഭീര സിനിമയാണ്, പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ അവർ മയക്കുമരുന്ന് യൂസിനെയൊക്കെ സാധാരണവൽക്കരിച്ച് കാണിക്കുന്നത്, അത് പ്രൊമോട്ട് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞുള്ള വിമർശനങ്ങൾ വന്നായിരുന്നു. അപ്പോൾ ഇതിൽ ആദ്യം ഞാൻ വിചാരിച്ചു ഇതിനെ ഗ്ലോറിഫൈ ചെയ്യാനുള്ള പരിപാടിയാണോ, ഇത് എങ്ങോട്ടാ പോകുന്നതെന്ന് തോന്നി. പക്ഷെ അതും കറക്റ്റായിട്ട് ഇതിൻ്റെ പോയിന്റിലേക്ക് തന്നെയാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. അതായത് ഇത് മഹത്വവൽക്കരിക്കുന്നതൊന്നുമല്ല, ഇത് ഭയങ്കര പ്രശ്നങ്ങളാണ്, ഇതൊരു സോഷ്യൽ ക്രൈസിസ് ആണ്, ഡ്രഗ് യൂസേജ് ഇതൊക്കെ വരുത്തി വെക്കുക എന്നും. ഒപ്പം ഇതിന് ഇരകളാവുന്നവരെ അവരെ എഴുതി തള്ളാണ്ട്, അവരെ ഇങ്ങനെ വാഴകളാണ് അല്ലെങ്കിൽ അവരൊക്കെ ക്രിമിനൽസ് ആയിട്ടും അവരെ എഴുതി തള്ളാണ്ട്, ഇതൊക്കെ സൊസൈറ്റിയുടെ കൂടി റെസ്പോൺസിബിലിറ്റി ആണ്. എല്ലാവർക്കും ഇതിൽ ഉത്തരവാദിത്വമുണ്ട്, നമ്മളാണ് അടുത്ത ജനറേഷനെ ഷെയ്പ്പ് ചെയ്യുന്നതെന്നൊക്കെ കൂടി തന്നെ ഇതിൻ്റെ ഒപ്പം വളരെ സട്ടിലായിട്ട് നമ്മൾ ഉപദേശിക്കുന്ന രീതിയിലും അല്ലാണ്ട് അതിങ്ങനെ സിനിമയിലൂടെ തന്നെ കാണിച്ച് പോകുന്നുണ്ട്. ഒപ്പം തന്നെ അതിൻ്റെ ഇപ്പോൾ ഒരു വളരെ റാഷണൽ ആയിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ അത് കാണിക്കുക. അതായത് ഇതിലിപ്പോൾ ഈ സ്കൂൾ നടത്തുന്ന പ്രിൻസിപ്പൾ ഒരു കന്യാസ്ത്രീയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട് കുട്ടികളുടെ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ, പ്രാർത്ഥന, ഇതൊക്കെ ഞങ്ങൾ ഭയങ്കര കറക്റ്റായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാ മതത്തിൽപ്പെട്ട കുട്ടികളെയും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ ഇവർ തിരിച്ചു ചോദിക്കുന്നുണ്ട് ഈ പോലീസ് ഓഫീസർ, അപ്പോൾ നിങ്ങൾ ഈ പ്രാർത്ഥന ഇതൊക്കെ ഇത്രയും നാൾ ചെയ്തിട്ട് വല്ല ഗുണം ഉണ്ടാവുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നുള്ളൊരു വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ചോദിക്കുന്നുണ്ട്. അതേപോലെ ഈ ടീച്ചേഴ്സ് കുട്ടികളെ ടാർഗറ്റ് ചെയ്യുന്നതും പണ്ട് പോലെ നമ്മൾ കേട്ടിട്ടുള്ളത് അതാണല്ലോ, ഈ കുട്ടികളെ എഴുതി തള്ളുക എന്നുള്ളതാണല്ലോ, സിസ്റ്റമാണ് അവരെ ഷെയ്പ്പ് ചെയ്യുന്നതെന്നും. അപ്പോൾ ഇവരിങ്ങനെ ചുമ്മാ വാഴകളാന്നും പറഞ്ഞ് എഴുതി തള്ളാണ് പണ്ടുപോലെ ഈ ജനറേഷനായിട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇൻസ്റ്റെഡ് ഓഫ് ഒരു വ്യക്തിനെ ക്രിമിനലായിട്ട് മുദ്രകുത്താൻ ഇതിനൊക്കെ വളരെ എളുപ്പമാണ്. അപ്പം അങ്ങനത്തെ ടീച്ചേഴ്സൊക്കെ തന്നെയാണ്, ഇങ്ങനത്തെ ആളുകൾ തന്നെയാണ് ഇങ്ങനത്തെ ഇൻഡിവിജ്വൽസിനെ ഷെയ്പ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഓർഗാനിക്കായിട്ട് സട്ടിലായിട്ടാണ് ഈ സിനിമയിൽ ഇതിൻ്റെ ഒപ്പം തന്നെ പറഞ്ഞു പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഒപ്പം ഫണ്ണായിട്ട് ഇപ്പോൾ ഈ അലൻ്റെ ക്യാരക്ടർ മുസ്ലിമാണ്, അപ്പോൾ ഒരു സുന്നത്ത് കല്യാണമൊക്കെ ഇതിൻ്റെ ഒപ്പം പോകുന്നുണ്ട്. അപ്പോൾ അത് റിലീജിയസ് ആയിട്ടുള്ള ചില എക്സ്ട്രീംസ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണെങ്കിൽ ഇതിങ്ങനെ അതിൻ്റെ തമാശയായിട്ട് ഫണ്ണായിട്ട് അതിൻ്റെ ഒപ്പം കാണിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ സിനിമ ഇങ്ങനെ ഒഴുക്കോടെ ഭയങ്കര ഒരു നല്ല കുറേ ഹ്യൂമർ ഉണ്ട്, കുറേ തമാശ ഉണ്ട്, ചിരിക്കാനുള്ള സാധനമാണെങ്കിലും ആട് 3-നേക്കാളും ഞാൻ ചിരിച്ചൊരു സാധനമുണ്ട് ഇതിൽ, തിയേറ്ററിൻ്റെ അകത്തുള്ള ഒരു കോമഡി ഉണ്ട്, വെറുതെ അടിപൊളി സാധനങ്ങൾ, അങ്ങനെ ഭയങ്കര രസമായിട്ട് പോകുന്ന സിനിമ. അങ്ങനെ സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുമ്പോൾ ഈ സിനിമ അതും ഇപ്പോഴത്തെ നാട് വിടുന്ന കേരള യുവത എന്നുള്ള ഒരു നമ്മൾ പറയുന്ന ഒരു കാര്യമാണല്ലോ, ഇപ്പം എല്ലാ യങ്സ്റ്റേഴ്സും മൈഗ്രേറ്റ് ചെയ്ത് പോകുന്ന ഒരു കാര്യം, ആ ഒരു കഥയിലേക്കാണ് സെക്കൻഡ് ഹാഫ് പോകുന്നത്. അങ്ങനെ ഓരോ ആളുകൾ, അല്ലനും വേറെ ആളും യൂറോപ്പിലേക്കും, ഇപ്പം അജിൻ്റെ ക്യാരക്ടർ ദുബായിലേക്കും ഇങ്ങനെ പോകുന്നു, ഹാഷർ ഇവിടെ തന്നെയാണ്. അപ്പോൾ അവിടെയുള്ള സ്ട്രഗിളുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇപ്പം നമുക്കറിയാം, ഇപ്പോഴത്തെ നമ്മുടെ ജനറേഷൻ ഇതറിയാം. അതായത് പണ്ട് നമ്മൾ വിചാരിക്കുന്ന ഈ വിദേശത്തേക്ക് പോകണ എല്ലാവരും സ്വർഗത്തിലാണ് എന്നൊക്കെയാണ്. പക്ഷേ ഇപ്പം നമുക്ക് ഇത്ര എക്സ്പോഷറും സോഷ്യൽ മീഡിയ ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ റീലുകളും അവിടുത്തെ ലൈഫൊക്കെ കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലാവണത്. അതായത് ഇവിടെ നിന്ന് മിഡിൽ ക്ലാസ്സിൽ ഒരു സാധാരണക്കാരൻ പോയാലും അവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അവിടെ ഇപ്പോൾ റേസിസം ഫേസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ കേരളം സ്വർഗം എന്ന് പറയാനുള്ള ഒരു മെയിൻ കാരണം നമ്മുടെ ഇവിടുത്തെ ചികിത്സകൾ. നമുക്കൊരു പനി വന്നാൽ ജനറൽ ഹോസ്പിറ്റലിൽ പോകാം, അപ്പോൾ അവിടെ നമുക്ക് ഒരു ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ ബുക്ക് ചെയ്ത് ഇങ്ങനെ നിൽക്കണം, അല്ലെങ്കിൽ അവിടുത്തെ ക്ലൈമറ്റ് പലർക്കും പറ്റില്ല. അപ്പോൾ ഒത്തിരി അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഒപ്പം തന്നെ സെക്കൻഡ് ഹാഫിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഫോഴ്സ്ഡ് ആവാണ്ട് സിനിമയുടെ ഒഴുക്കിൽ തന്നെ ഭയങ്കര നമ്മൾ ആ ഇന്നായിട്ട് തന്നെ സിനിമയിൽ തന്നെ മുഴുകിയാണ്, അതിൻ്റെ ഒപ്പം തന്നെയാണ് ഇതിങ്ങനെ പോകുന്നത്. അങ്ങനെ സിനിമ തീർക്കുമ്പോഴും അതാണ് ഇതിൽ ത്രൂ ഔട്ട് ഇതിൻ്റെ പ്ലസ് ആയിട്ട് ഈ റൈറ്റിങ്ങും പിന്നെ ഈ ക്യാരക്ടേഴ്സിൻ്റെ പ്രകടനമുണ്ട്. അതിലേക്ക് ഞാൻ വരാം. ഈ റൈറ്റിംഗ് ആണ് ഇതിൽ ടുവേഴ്സ് എൻഡ് വരെ അങ്ങനെ ഈ ഓരോ ക്യാരക്ടേഴ്സിലേക്കും അതിങ്ങനെ വളരെ ഇമോഷണലായിട്ട് ടച്ചിങ് ആയിട്ട് അങ്ങനെ കൂട്ടിക്കെട്ടിയാണ് സിനിമ തീർക്കുന്നത്. അപ്പോൾ ടുവേഴ്സ് എൻഡ് ആകുമ്പോഴത്തേക്കും ഭയങ്കര ഇമോഷണലായിട്ട് നമ്മളങ്ങനെ കരഞ്ഞു പോകും. എന്ന് വെച്ചാൽ ഞാൻ ശരിക്കും ഭയങ്കരമായിട്ട് കരഞ്ഞു പോയി. എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് നമുക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ട് ഓരോ ഈ കഥാപാത്രങ്ങളുടെ ബോണ്ട് അവർ പരസ്പരം മനസ്സിലാക്കുന്നതും, ഓരോ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ചില ഇപ്പോൾ ചേട്ടനും അനിയനും തമ്മിൽ ചെറുപ്പം പോലെ വഴക്കിട്ട് നടന്ന ആൾക്കാർ, അല്ലെങ്കിൽ അങ്ങനെയുള്ള അവർ പരസ്പരം മനസ്സിലാക്കുന്നത്, ഒരാളുടെ പാരൻറ്റിൻ്റെ ഒരു വിയോഗം, ഇങ്ങനത്തെ കാര്യങ്ങളും. അപ്പോൾ ഇത് മനുഷ്യർ തമ്മിലുള്ള ഒരു ബോണ്ടിങ് ശക്തമാക്കുന്ന രീതിയിൽ ആ സിനിമ കറക്റ്റായിട്ട് ടുവേഴ്സ് എൻഡ് വരെ ഇതിങ്ങനെ നമ്മളെല്ലാം ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഓഡിയൻസിൻ്റെ കുറേ പേരുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകായിരുന്നു. ഭയങ്കര അങ്ങനെ ആ സിനിമ അങ്ങനെ ഭയങ്കര ഭംഗിയിലാണ് അത് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. ഒപ്പം തന്നെ ഈ ഹാഷറും അലനും അജിനും വിനായക് ഇവർ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ട് റീൽസിലൂടെ കയറി വന്ന് ഇവരിപ്പോൾ
ഇവർ ഇതേ പേരിലാണ്, ഇവർ ഇതേ ക്യാരക്ടേഴ്സായിട്ടാണ് ഈ സിനിമയിലും അഭിനയിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇവരുടെ അത് റിലേറ്റ് ചെയ്യാൻ പറ്റും, ഇവരുടെ ലൈഫ്. അപ്പോൾ ഇവരുടെ ഹ്യൂമർ ഇതൊക്കെ കറക്റ്റല്ല ഈ സിനിമയിലേക്ക് നല്ല എന്താ പറയുക, ഒരു നല്ലൊരു വിഭവം ഉണ്ടാക്കുന്നതിലേക്ക് ആഡ് ചെയ്തേക്കുന്ന പോലെയാണ് ഇവരുടെ ആ ഒരു പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ. അവരുടെ ആ പേര്, അവരുടെ ഇതൊക്കെ, അവരുടെ ജീവിതം നമുക്ക് സിനിമ കാണുന്ന പോലെ തന്നെ തോന്നും. അങ്ങനെ ഭയങ്കര ഭംഗിയായിട്ട് അങ്ങനെ സിനിമ തീർത്തിട്ട് വാഴ 2 ഭയങ്കര ഒരു എന്താ പറയുക, ഒരു നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ നിങ്ങൾ സിനിമ ആയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും കൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.